ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം നിങ്ങളിൽ പുതിയ ജനറേഷനിൽപ്പെട്ട പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങളിതൊരു സേവ് ബട്ടൻ്റെ ഒരു ഐക്കൺ പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതൊരു സേവ് ബട്ടൺ അല്ല, ഇതൊരു 3D പ്രിൻറ്റഡ് സേവ് ബട്ടൺ ആണ്. കമ്പ്യൂട്ടറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മെമ്മറി മൊഡ്യൂൾ, ഒരു മെമ്മറി ഡിവൈസാണ് ഈ കാണുന്നത്. ഇതിനെ ഫ്ലോപ്പി ഡിസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. 1971 IBM ആണ് ആദ്യമായിട്ട് ഫ്ലോപ്പി ഡിസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഫ്ലോപ്പി ഡിസ്ക് വലിപ്പത്തിൽ തന്നെ വളരെ വലുതായിരുന്നു. ഏകദേശം 8 ഇഞ്ചോളം അതിന് വലിപ്പം ഉണ്ടായിരുന്നു. വെറും 80 KB മാത്രമായിരുന്നു അക്കാലത്ത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. എന്നാൽ പിന്നീട് ടെക്നോളജി കുറച്ചുകൂടെ പുരോഗമിക്കുകയും 5.25 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കുകളും അതിനുശേഷം 80കളിൽ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കുകളും നിലവിൽ വന്നു. എങ്കിലും സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ വളരെ വലിയൊരു വർധനവൊന്നും ഉണ്ടായില്ല. അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കിലും ഏകദേശം 1.44 MB മാത്രമായിരുന്നു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അത്തരത്തിലുണ്ടായിരുന്ന ഒരു ഫ്ലോപ്പി ഡിസ്കാണ്. നമുക്ക് ഈ ഫ്ലോപ്പി ഡിസ്ക് ഒന്ന് കണ്ടു നോക്കാം. അത് എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ടെക്നോളജി, ഇത് റീഡ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റീഡർ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് ഈ 1.44 MB ഒരു വളരെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും അന്നത്തെ കാലത്ത് അതൊരു വലിയ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. അന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷനുകൾ, മറ്റ് ഫയൽസുകൾ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിച്ചിരുന്നു. ഫ്ലെക്സിബിളായ ഒരു മാഗ്നറ്റിക് ഡിസ്കിലായിരുന്നു ഈ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഫ്ലെക്സിബിൾ ഡിസ്കിൽ അയൺ ഓക്സൈഡ് കോട്ട് ചെയ്തിരുന്നു. ഇതിനു മുമ്പുള്ള നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ആണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക് കേസിങ്ങിനകത്തുള്ള സ്റ്റോറേജ് മീഡിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ നടുക്ക് കാണുന്ന പോർഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അകത്തുള്ള ഡിസ്കും റൊട്ടേറ്റ് ചെയ്യും. ഫ്ലോപ്പി ഡിസ്കിലേക്ക് ഡേറ്റ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്ക് ഡേറ്റ വീണ്ടും റൈറ്റ് ചെയ്യാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ആക്സിഡൻ്റലായിട്ട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്തതിൽ ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു റൈറ്റ് പ്രൊട്ടക്ഷൻ ലോക്കും ഉണ്ടായിരുന്നു. ഈ ലോക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ വരികയും ആ ഡിസ്ക് നമുക്ക് പിന്നീട് റൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. വീണ്ടും നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ഇത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ച് മാറ്റേണ്ടിയിരുന്നു. റൈറ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലോപ്പി ഡിസ്ക് ഒരു റീഡ് ഓൺലി മോഡിലേക്ക് മാറും. ഇതൊരു USB ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവാണ്. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ ഇങ്ങനെയുള്ളൊരു USB ഫ്ലോപ്പി ഡിസ്ക് കണ്ടിട്ടുള്ളൂ. സാധാരണ ഇപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് തന്നെ അവൈലബിൾ അല്ല. ഫ്ലോപ്പി ഡിസ്കും ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവും ഒക്കെ ഇന്നത്തെ ജനറേഷന് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. മുമ്പോട്ടുള്ള ജനറേഷന് ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജി എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ നമ്മൾ എത്തിയത് എന്നറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ ആഡംബരമായിരുന്ന കാസറ്റ് പ്ലെയറുകളെ പോലെ തന്നെ ഈ ഫ്ലോപ്പി ഡിസ്കും ഇതുപോലെ ഡ്രൈവിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വരുന്ന ലിവറിൽ വീണ്ടും പ്രസ് ചെയ്തിട്ടാണ് വീണ്ടും ആ ഡിസ്ക് പുറത്തേക്ക് എടുക്കുന്നത്. പഴയ VCR, VCP ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരുപക്ഷെ CD ഡ്രൈവുകൾ പോലും ഇന്നത്തെ കാലത്ത് പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു കാലഘട്ടത്തിലെ വലിയ വലിയ ടെക്നോളജികളായിരുന്നു അവയൊക്കെ. വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജിയുടെ ലോകത്ത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും നാളെ ഒരു കാലത്ത് വളരെ ഒരു പഴയ ടെക്നോളജി ആയിട്ട് മാറും. അതുപോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള പഴയ ഉപകരണങ്ങളും അവയുടെ ടെക്നോളജിയും മാക്സിമം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു, ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
പഴയ കാലത്തെ പല ഡിവൈസുകളിലും ഇതുപോലെ മെക്കാനിക്കൽ പാർട്ടുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസുകളായിരുന്നു അന്ന് കാലത്ത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയും ഇപ്പോൾ മുമ്പോട്ടുള്ള ടെക്നോളജികളിൽ നമ്മൾ ഇതുപോലുള്ള മെക്കാനിക്കൽ പാർട്ടുകളൊക്കെ വളരെയധികം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗതയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ ഒരു USB പെൻ ഡ്രൈവിലോ നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ അളവ് വളരെയധികം കൂടുതലാണ്. അതുമാത്രമല്ല, ഇതുപോലുള്ള മെക്കാനിക്കൽ പാർട്സ് ഒന്നും അവിടെയെങ്കിലും വരുന്നുമില്ല, വളരെയധികം വേഗതയുണ്ട്. ഇപ്പോൾ ഹാർഡ് ഡിസ്കുകൾ തന്നെ മാറി SSD സ്റ്റോറേജ് ഡിവൈസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മെക്കാനിക്കൽ പാർട്ടുകളൊക്കെ നമ്മൾ വളരെയധികം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ USB ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഒന്ന് അഴിച്ചു നോക്കി അതിനകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് ഹെഡ് യൂണിറ്റ്. ഈ ഹെഡ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ ഫ്ലോപ്പിയുടെ മാഗ്നറ്റിക് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഈ ഹെഡ് യൂണിറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പർ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചിട്ടാണ് ഈ ഹെഡ് യൂണിറ്റിനെ നമ്മുടെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ പ്ലേറ്റുകൾ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഒരു ഫ്ലോപ്പി ഡിസ്ക് ഇടുമ്പോഴേക്കും ഈ മെക്കാനിസത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെങ്ങനെയാണ് അകത്തുള്ള ആ ഫ്ലോപ്പി ഡിസ്കിനകത്തുള്ള സ്റ്റോറേജ് മീഡിയയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്ലോപ്പി ഡിസ്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ഉണ്ടല്ലോ, ആ പ്രൊട്ടക്ഷൻ ഷീൽഡ് മാറ്റി ഹെഡിന് ആ മീഡിയ ആക്സസിബിൾ ആക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ അകത്ത് കാണുന്ന ഈ മോട്ടറാണ് ഈ മീഡിയയെ, ഫ്ലോപ്പി ഡിസ്കിനകത്തുള്ള മീഡിയയെ വളരെ വേഗത്തിൽ ചലിപ്പിക്കുകയും എല്ലാ ഏരിയയിലേക്കും ഹെഡിൻ്റെ പ്രവർത്തനം മൂലം ഈ ഡേറ്റ റൈറ്റ് ചെയ്യാനും സഹായിക്കുന്നത്. ഈ ഫ്ലോപ്പി ഡിസ്ക് ഒന്ന് ഓപ്പൺ ആക്കി അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അയൺ ഓക്സൈഡ് കോട്ട് ചെയ്ത ഈ കാണുന്ന ഡിസ്ക്കാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ കാണുന്ന ഡിസ്കിലേക്കാണ് ഡേറ്റ എല്ലാം റൈറ്റ് ആകുന്നത്. ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്റിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഹെഡ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നോർത്ത് പോളും സൗത്ത് പോളും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട്, ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ഡേറ്റ അതിലേക്ക് റൈറ്റ് ആകുന്നത്. പിന്നീട് ആ ഹെഡ് യൂണിറ്റ് അതിൻ്റെ മുകളിൽ കൂടെ ചലിക്കുമ്പോഴും ഈ നോർത്ത് പോളിലും സൗത്ത് പോളിൻ്റെയും സാന്നിധ്യം തിരിച്ചറിയുകയും അങ്ങനെയാണ് ഓരോ 0, 1 എന്ന രീതിയിൽ
മുൻപ് റെക്കോർഡ് ചെയ്ത ഡാറ്റ റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ താളിയോല ഗ്രന്ഥങ്ങളെ കൗതുകത്തോടെ നോക്കുന്ന പോലെ തന്നെ ഇനിയുള്ള ജനറേഷൻ ഈ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകളും വളരെ കൗതുകത്തോടു കൂടിയായിരിക്കും കാണുന്നത്. ഫ്ലോപ്പി ഡിസ്കുകളെ കുറിച്ച് മനസ്സിലാക്കുവാനും അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കാണുവാനും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയായി വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.